ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും MSV യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇതേ ഒരു ചെറിയ ട്രിപ്പിലാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ രണ്ടുപേരുടെ ഉണ്ട്. ആരാണെന്ന് പറഞ്ഞിട്ടില്ല, സന്ധ്യ, ഇത് ആദിശങ്കർ. ഞങ്ങൾ 3 പേരുടെ ചെറിയൊരു ട്രിപ്പിലാണ്. അപ്പോൾ ഈ വണ്ടിയിലാണ് പോണത്. അപ്പോൾ ഇത് ഞങ്ങൾ ഡ്രസ്സെല്ലാം എടുത്ത് രാവിലെ ഇറങ്ങിയാണ്, കുറച്ച് ലേറ്റായി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഏറ്റുമാനൂർ വരെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിത് ഏറ്റുമാനൂരിൽ നിന്ന് നേരെ കട്ടപ്പന പോവാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ തൊടുപുഴ എത്തി കേട്ടോ. തൊടുപുഴയിൽ വന്ന് ഞങ്ങൾ ഫുഡ് കൊച്ചിന് ചെറുതായിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. ഒരു സന്ധ്യയാണ് അറേഞ്ച് ചെയ്യണത്. ആൾ നല്ല ഉറക്കമായിരുന്നു. ആൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കി, ഉറക്കം മാറിയിട്ടില്ല. പുള്ളി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ളൂ. വണ്ടിയിലോട്ട് കയറിയപ്പോൾ തൊട്ട് ഉറക്കം തന്നെയായിരുന്നു. ഞങ്ങൾ തൊടുപുഴ എത്തി. തൊടുപുഴയിൽ നിന്ന് ഇനി പകുതിയായി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല വെള്ളം നല്ല പവറിലാണ് ഒഴുകണം. ഇതുണ്ട്. അപ്പോഴത്തെ ഞങ്ങൾ നമ്മുടെ തൊടുപുഴയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുളമാവ് ഡാം അടുക്കാറാവുന്നു അല്ലേ. തണുപ്പായി തുടങ്ങി. പിന്നെ നമ്മുടെ തൊടുപുഴ കഴിഞ്ഞിട്ട് മുട്ടം കഴിഞ്ഞിട്ടുള്ള ഇങ്ങോട്ടുള്ള റൂട്ട് നല്ല രസമുള്ള കാഴ്ചകളൊക്കെയാണ്. അവിടെ നമ്മളെങ്കിലും ചെറിയ ചാറ്റമഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാര്യം നല്ല ഒരു ലൊക്കേഷനൊക്കെ ആയിരുന്നു, അവിടെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങളിത് ഇപ്പോൾ ഏറെക്കുറെ കുളമാവ് ഡാം എത്താറായി. ഇപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ മഴ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കാണിച്ചു തരാം. ഇപ്പോൾ ഏറെക്കുറെ ഫോറസ്റ്റ് റൂട്ടാണ്. റേഞ്ചൊന്നും കിട്ടത്തില്ല. നല്ല തണുപ്പായി തുടങ്ങി. അപ്പോൾ ഇവന് കാലിൽ തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാൻ്റൊക്കെ ഇടുക. അപ്പോൾ ശരി, പോകുന്ന വഴിയുള്ള കാഴ്ചകൾ വീണ്ടും കാണാം. ഞങ്ങളതേ പതുക്കെ പോവാണ്. ഓക്കെ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് കുളമാവ് ഒരു ഡാമിൻ്റെ സൈഡാണ് കേട്ടോ. കുളമാവ് ഡാമിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. കുറച്ച് ദൂരമാണ്. ബോട്ടിംഗ് ഒക്കെ ഓപ്പൺ ആണ്. പക്ഷേ ഡാമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇന്ന് ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് കടകളൊന്നും ഇല്ലാത്തത്. നല്ല അത്യാവശ്യം ആളുണ്ട്, തിരക്കുണ്ട്. കുറച്ച് ഫുഡ് വാങ്ങിക്കാനായിട്ട് കയറിയത്. അപ്പോൾ കടകളൊന്നുമില്ല. ഇതിപ്പോൾ നേരെ നമ്മളെ ഇടുക്കി ഡാം, നമ്മുടെ കട്ടപ്പന, ഏലപ്പാറ ആ റൂട്ടാണ്. ഇതാണ് നമ്മളിവിടെ വീഡിയോ ഇടുക്കി ഡാമിൽ വെള്ളം ഒഴുകി വന്നിട്ടുള്ള ഒരു വീഡിയോ ആ ഒരു ലൊക്കേഷനായിരുന്നു. ഇതാണ് ആ പാലം. നമ്മുടെ കഴിഞ്ഞ പ്രളയത്തിന് തകർന്ന പാലാണ്. തകർന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൈവരി മാത്രമേ തകർന്നിട്ടുള്ളൂ. ഫ്രണ്ട്സ്, ഈ സ്ഥലമാണ് നമ്മുടെ ഇടുക്കിയിൽ മഹേഷിൻ്റെ പ്രതികാരം സിനിമയിൽ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തേക്കുന്ന സ്ഥലം. ഇതാണ്. ഇവിടെയാണ് നമ്മുടെ ഫഹദ് ഫാസിലും ഷർഫും ഒക്കെ ആയിട്ട് ഇടുന്ന അടിയുണ്ടാണ് അല്ലേ, ആ സ്ഥലം. ഇതാണ് ആ സ്ഥലം. ഈ ഗ്രൗണ്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്ന ലൊക്കേഷൻ. പിന്നെ ഇതാണ്
ഡാം കാണാം. അത് കാണാൻ പറ്റുമോ? കണ്ടോ, ഇതാണ് ഡാം. ഈ പാറയുടെ കണ്ടോ, 2 പാറ അതിൻ്റെ നേരെ ഇതാണ് ആർച്ച് ഡാം. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങളുടെ മുമ്പോട്ട് പോകുമ്പോൾ കാണിച്ചു. ആള് വണ്ടി കയറിയിട്ട് ഉറക്കം തന്നെയാണ് കേട്ടോ, ബൈക്കിൽ കയറിയിട്ട്. ഇതാണ് നമ്മുടെ ഞാൻ ഇച്ചിരി മുമ്പ് കാണിച്ചിട്ട് ഡാം, ആർച്ച് ഡാം. അത് അവിടെ നോക്കിയപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയതിൻ്റെ കാര്യം ഇതാണ്. ഇവിടെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ടൗണ് ഏറെക്കുറെ നമുക്ക് കാണാം. കണ്ടോ, ഇടുക്കി ഡാം കണ്ടോ. ഇത് ഞങ്ങളൊരു ചായയൊക്കെ വാങ്ങിച്ചു കേട്ടോ, കഴിക്കാനായിട്ട് സ്നാക്സ് 10 രൂപ വാങ്ങിച്ചോ. ചായ കുടിക്കാം. ഇത് കൊണ്ടിട്ട് ഇതുണ്ടോ, മഴക്കാലമായതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഇതിന് മുകളിലേക്ക് കാണാം, ഇഷ്ടംപോലെ വെള്ളച്ചാട്ടം ഉണ്ട് പോകുന്ന വഴി. കണ്ടടാ പൊന്നെ വെള്ളച്ചാട്ടം, കണ്ടോ? ഇതുണ്ടോ, നമ്മൾ പോകുന്ന വഴിയാണ് വെള്ളച്ചാട്ടം കൊണ്ട്. ഇതിന് മേളിലേക്കുണ്ട്. ഞങ്ങൾ വണ്ടിയിൽ ഇറങ്ങിയിട്ടില്ല, ഇവിടെ തന്നെ നിൽക്കുക. ഇതുണ്ടോ, വലിയൊരു പാറയുടെ സൈഡിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നത്. നല്ല ഭംഗിയാണ്. ഇഷ്ടപ്പെട്ടാടാ വെള്ളച്ചാട്ടം? പിന്നെ ആദ്യമേ പുള്ളി ഉറങ്ങി കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും സ്ഥലം മൊത്തത്തിൽ മാറി. പുള്ളി അത് കാരണം ആകെ ഇപ്പം ഞങ്ങൾ വന്ന വഴിയുള്ളൊരു ചെറിയ വെള്ളച്ചാട്ടം. അപ്പം ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം, ഇവനെ ഇറക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറക്കി നോക്കാം. മാസ്ക് ഒക്കെ വേണം, ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. കേൾക്കില്ല. ബാ വരുന്നില്ല. കാണോ
അങ്ങനെ ഫൈനലി ഞങ്ങളിവിടെ എത്തി. ഇത് കണ്ടോ, ഒരാൾ വണ്ടി എടുത്തപ്പോൾ മുതൽ ഫ്രണ്ട് ഇരുത്താത്തതിൻ്റെ വിഷമം അവിടെ നിന്ന് ഇവിടം വരെ മോൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പുള്ളി വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും, പുള്ളി മോൻ തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും തന്നെ ഫ്രണ്ട് ഇരുത്തി കുറച്ചങ്ങ് ഓടിച്ചിട്ട് സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങളിവിടെ എത്തി. ഇതാണ് സ്ഥലം. അതേ വീട്ടിലോട്ട് കയറാൻ പോകുന്നു. ഇവിടെ നിന്ന് കുറച്ച് ഇടത്തോട്ട് കയറിയാൽ മതി. അപ്പം അതെ, ടാറ്റ കൊടുത്തേ പിന്നെ ഒരു ടാറ്റ കൊടുത്തേ, ടാറ്റ കൊടുത്തേ. ആള് തിരക്കിട്ട പണിയില്ല. ബാബൂര് ഞങ്ങൾ വണ്ടി കൊണ്ട് താഴെ കൊണ്ട് വെച്ചിട്ടുണ്ടോ, വണ്ടി കൊണ്ട് താഴെ കൊണ്ട് വെച്ച്. ഇതാണ് വീട്. ഞങ്ങളത് നേരെ വീട്ടിലെത്തി. ആള് വണ്ടിയിൽ നിന്ന് ഇറങ്ങണില്ല, ആൾക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര മടി. ഇനി മാസ്കും ഇതെല്ലാം ഒന്ന് മാറ്റി സെറ്റായിട്ട് ബാക്കി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. എന്നാണ്ട് ഇതെപ്പോ